പറയുടെ കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. കലികാലം, ഇത് കലികാലം. കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കൊക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കലികാലം, ഇത് കലികാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. കലികാലം, ഇത് കലികാലം. കലികാലം, ഇത് കലികാലം. ഉണ്ടംപൊരി 100, പയംപൊരി 50, കായവറവ് 100. ആ വേഗം വേണം. കിട്ട് ഉള്ളി ബജി വേണം ഒരു 50 എണ്ണം. നീ ഞമ്മക്ക് തരേണ്ട ചവിട്ട ആ കുറ്റിക്കൊടുത്ത്. അതൊരു ദിവസം നമ്മൾ തന്നെ തരും. ഉണ്ടംപൊരിയും കണ്ടംപൊരിയും ഒന്നും എന്നാലും തിന്നലൊന്നും ഉണ്ടാവില്ല. അല്ല വാത്തു, അതെന്താ അങ്ങനെ? അതിന് ഈ ഗ്യാസ് കുറ്റിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? അതിന് നീ ഗ്യാസ് തിന്നു ഇത്ര പെട്ടെന്ന് തീരാൻ? അല്ലെങ്കിൽ തന്നെ ഗ്യാസ് ആണ്. നിങ്ങളുടെ ഹോട്ടലത്തെ വേസ്റ്റ് എല്ലാം തിന്നിട്ട് പിന്നെ ഈ കുറ്റിയില് മുഴുവനായിട്ട് നിറക്കുന്നില്ലേന്നൊരു സംശയം. അല്ല, ഇന്നത്തെ കാലത്ത് പലതും നടക്കും. ആ, നിങ്ങൾ ഗ്യാസിന് ബുക്ക് ചെയ്തിനോ മനുഷ്യ? എപ്പ വരുന്ന മെസ്സേജ് വന്നേ? ആർക്കറിയാ? ആ മാഷാന്ന് ബുക്ക് ചെയ്തിനി. അതിന് അയാളോട് എന്നെ ചോദിക്കണം. ഇംഗ്ലീഷിന് 1 അമർത്ത്, മലയാളത്തിന് 2 അമർത്ത് എന്നെല്ലാം പറയുന്നത് നമ്മളും കേട്ടിനി. ഞാനേതായാലും പറമ്പിൽ പോയിട്ട് കുറച്ച് വിറകെടുത്തിട്ട് കൊണ്ടുവരാം. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. ഫാത്തിമ താത്ത ഇത് പാടിയപ്പോഴാ ഓർമ്മ വന്നത്. അല്പം കഞ്ഞി ഈ കുമ്പിളിൽ ഈ കോരന് തന്നാലും. കഞ്ഞി പോയിട്ട് വെള്ളം വരെ തിളപ്പിച്ചില്ല. അതെന്താ തൂക്ക നിങ്ങളുടെ വെള്ളം മാത്രം തിളക്കാത്തത്? ഇത് വെള്ളത്തിന്റെ കുഴപ്പം കൊണ്ടല്ലാന്ന്, അത് തിളപ്പിക്കേണ്ട സാധനം ഇല്ലാത്തോണ്ടാ. അതെന്താ സാധനം? ഗ്യാസ്. വെറുതെ പൊട്ട കവിതം ചൊല്ലി നടന്നാ പോരാ. വീടിന്റെ അടുക്കളയില് അരി വേകുന്ന എങ്ങനെയെന്ന് ഇടക്കെങ്കിലും ഒന്ന് ചിന്തിക്കണം. ഫാത്തിമ താത്ത അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ ചിന്തിക്കുന്നില്ലെന്നോ? അടുക്കളയെ കുറിച്ച് എന്റെ ഒരു കവിത തന്നെയുണ്ട്. അടുക്കളയിൽ വേവുന്നവൾ ദാ പിടിച്ചോ. സ്ത്രീയെ, അടുക്കളയിൽ വേവുന്നവളെ, ഈ കൈപുരണ്ട കാലത്ത് ഗ്യാസിനു വേണ്ടി കാത്തിരുന്ന് നിന്റെ കൺപോളകൾ വീർത്തത് ഞാൻ കാണുന്നു. ഹേ ചിറകു നഷ്ടപ്പെട്ട പൂമ്പാറ്റേ, കണ്ണീരിന്റെ പാതി വന്ന കബന്ധമേ. ഒന്ന് മതിയാക്കന്റെ മാഷെ അന്റെ ഒരു കവിത. ഇവിടെ ഉണ്ടക്കായി ഉണ്ടാക്കാൻ പറ്റാത്ത ബേജാറില്ല ഞമ്മള്. അതിന്റെ ഇടയിലാ അതിന്റെ ഒരു കവിത. അല്ല, നിങ്ങളുടെ അടുത്തേക്ക് ഗ്യാസ് ബുക്കാക്കിയത്? അതെ, അവർ 2 അമർത്താൻ പറഞ്ഞു, ഞാൻ 2 അമർത്തി. പിന്നീട് 1 അമർത്താൻ പറഞ്ഞു, 1 അമർത്തി. നിങ്ങളുടെ ഗ്യാസ് ബുക്ക് ചെയ്യപ്പെട്ടു എന്ന് അങ്ങേ തലക്ക് നിന്ന് ഒരു കിളി എന്നോട് മൊഴിയുകയും ചെയ്തു. എന്നാല് ആ കിളി മൊഴിഞ്ഞതല്ലാണ്ട് ഇവിടെ ഒന്നും നടന്നില്ല. മൊഴിഞ്ഞതല്ല, മൊഴിഞ്ഞത്. മൊഴിഞ്ഞത് എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, അങ്ങനെ ആക്കിയതല്ലാണ്ട് ഇവിടെ ഗ്യാസ് ഒന്നും എത്തിയിട്ട. എന്നാലും വിലയോ? ആധാരം ബാങ്കിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് അതും കൊണ്ട് കൊടുത്തില്ലേ ബാങ്കില്? ആധാരമല്ല തൂക്ക, അത് സ്ഥലത്തിന്റെ രേഖ. ഇത് നിങ്ങളുടെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയ യന്ത്രരേഖ. കൃഷ്ണമണി മുതൽ വിരലടയാളങ്ങളും വർഗവർണ്ണ ഭേദങ്ങൾ മുതൽ പ്രത്യയശാസ്ത്ര ജാതകം വരെ ഉൾപ്പെടുത്തിയ ഇലക്ട്രോണിക് കാർഡ്. ആഗോള ഗ്രാമമായി ചുരുങ്ങിയ ഈ ലോകത്ത് നിങ്ങളുടെയൊക്കെ മുഴുവൻ രഹസ്യങ്ങളും ആരുടെയൊക്കെയോ കയ്യിലാണ് തൂക്ക. കരുതിയിരുന്നോ? നിങ്ങളിങ്ങനെ പേടിപ്പിക്കല്ല മാഷേ. അതിന് മാത്രം രഹസ്യം ഇപ്പൊ ഞമ്മക്കൂല്ല, പാത്തൂനുമില്ല.
കൂട്ടിയ പൈസ ബാങ്കിൽ പോയാൽ കിട്ടുമെന്നാ എല്ലാരും പറയുന്നു. അതിന് ബാങ്കിൽ പോണെങ്കിൽ ഒരു ദിവസം നമ്മള് കച്ചവടം മുടക്കാക്കിട്ടാ പോണ്ട്. ആരപ്പ നിങ്ങള് ഗ്യാസും കൊണ്ട് വന്നതാ? മിസ്റ്റർ അബ്ദുൽ ഖാദറിന്റെ വീടല്ലേ? ആ അബ്ദുൽ ഖാദർ ഞമ്മേനെ കേറി കുത്തി. നിങ്ങള് ഗ്യാസും കുറ്റിയും കൊണ്ട് വന്നതാ? കണ്ടാ പറയില്ല കേട്ടാ. ഞാൻ വിചാരിച്ചു വല്ല പോലീസോ മറ്റായിക്കൂന്ന്. ഫാത്തിമ ബീവി അല്ലേ? അതെ, സത്യത്തിൽ നിങ്ങള് പോലീസ് തന്നെയാ? അല്ല സഹോദരന്മാരെ, നിങ്ങളുടെ ആഗമനോദ്ദേശം എന്തിനാ വന്നിനീന്ന്? നിങ്ങളുടെ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടില്ല. അല്ല, നമ്മക്കൊന്നും പിടി കിട്ടുന്നില്ലപ്പാ. അതെന്താ ഫാത്തിമ, ഇനി രജിസ്റ്റർ ഓഫീസിൽ പോണാ? നിങ്ങളുടെ ബയോഡാറ്റയിൽ ചില രേഖകൾ കൂടി ചേർക്കാനുണ്ട്. മിസ്റ്റർ അബ്ദുൽ ഖാദർ, നിങ്ങൾ അന്ന് അവസാനം പഠിച്ച സ്കൂളിന്റെ മാർക്ക് ലിസ്റ്റ്, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെ ലിസ്റ്റ്, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ്, ആധാരം അടിയാധാരം എന്നിവ എടുത്ത് നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ എത്തുക. നിങ്ങൾ വിവാഹം കഴിച്ച സമയത്ത് പഞ്ചായത്തിൽ നിന്ന് വാങ്ങിയ സർട്ടിഫിക്കറ്റ് ഇവയൊക്കെയുമായി നിങ്ങൾ എത്രയും പെട്ടെന്ന് അക്ഷയ കേന്ദ്രത്തിൽ എത്തണം. അല്ല, ഇതിപ്പോ കുണ്ടും നിർത്ത് കുളത്തിലിട്ട അവസ്ഥയായാലപ്പാ. ഈ പറഞ്ഞ പണ്ടാര സംഗതിയിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മയ്യത്തായ നമ്മള് ഉപ്പാനും ഉമ്മാനും മാഷന്മാരെല്ലാം സുവർഗത്തിൽ പോയി പിടിച്ചുകൊണ്ടിരുന്ന അവസ്ഥയായല്ലോ തമ്പുരാനെ. അന്തൂക്ക, ഇവന്മാരോട് പോയി പണി നോക്കാൻ പറ. നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് മടങ്ങാം. ഈ പറമ്പിലെ ഓലയും മട്ടലും ചകിരിയും ചിരട്ടയും കൊണ്ട് അന്ന് നമ്മൾ വേവിച്ചെടുത്ത രുചിഭേദങ്ങൾ അല്ലേലും ഈ ഗ്യാസിൽ വെന്ന കഞ്ഞിയും വെള്ളത്തിനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഉണ്ടോ? അതന്നെ മാഷ് പറഞ്ഞത് തന്നെ അതിന് ശരി. ഞമ്മളെ മടിയന്മാരാക്കുന്ന ഈ ഗ്യാസും കുന്തും ഒന്നും ഇനി ഞമ്മക്ക് വേണ്ട. പാത്തു, നീ ഞമ്മളെ പഴയ മരപ്പൊടിന്റെ അടുപ്പും ചിമ്മിടിന്റെ സ്റ്റൗവും എല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചോ. ഈ ബലാലെടുക്കപ്പോ ഒരു ക്യൂ നിൽക്കാനൊന്നും ഞമ്മളെ കൊണ്ട് പറ്റൂലെന്ന്. അന്തൂക്ക, അതുകൊണ്ട് നമുക്ക് വീണ്ടും ഉറക്കെ പാടാം. തോലും വിറകും ഞങ്ങൾ എടുക്കും, കാലൻ വന്ന് തടുത്താൽ പോലും. അല്ലേലും ഈ ഗ്യാസിന്റെ കാര്യത്തില് മുറ പോലെ ചെയ്യുന്നവന് ഒന്നും കിട്ടൂല. എന്നാ ചെയ്യാത്തോനോ എല്ലാം കിട്ടുകയും ചെയ്യും, അതും പകുതി വിലക്ക്. കലികാലം, ഇത് കലികാലം, കലികാലം, ഇത് കലികാലം, കള്ളപ്പറയുടെ കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. കലികാലം, ഇത് കലികാലം. കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കൊക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും